ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് വെറും 7 മിനിറ്റ് മാത്രമാണ്. ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിൽ ആകുകയാണോ? തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ. കാരണം അവരൊരു പ്രമുഖ നേതാവ്, അവരുടെ ഒരു MLA ഇത്തരം ഒരു ആരോപണത്തിൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം, കേരളം പോലുള്ള സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും ശരി, ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു ലൈംഗിക ആരോപണത്തിൽ കൊടുങ്ങുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചും പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തുറന്ന സമൂഹം, ഇതിലൊക്കെ എത്രയോ തുറന്ന സമൂഹമായിട്ടുള്ള അമേരിക്കയിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് മോനിക്ക ലെവിൻസ്കിയെ പോലുള്ള ഒരു ആരോപണം എന്ന ഘട്ടത്തിൽ അവിടെ പോലും അത് വലിയ വാർത്തയും വിവാദമായിട്ട് വളരുന്ന കാഴ്ചയുണ്ട്. അപ്പൊ പിന്നെ കേരളം പോലുള്ള അത്രത്തോളം ഒന്നും പുരോഗമിക്കാത്ത, അത്രത്തോളം തുറസ് അനുവദിക്കാത്ത ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യത്തിലും അതുപോലെ തന്നെ ലൈംഗികതയിലൊന്നും അത്രത്തോളം തുറസായ ഒരു സമീപനമൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും ഇതൊരു ആരോപണമായിട്ട് വലിയ വിഷയമായിട്ട് മാറും എന്നുള്ളത് തർക്കമൊന്നുമില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നല്ലൊരു സ്കോറിങ് അവർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു മികവ് കാണിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഈ ഘട്ടത്തിൽ അതിൽ നീലിമ നേരത്തെ പറഞ്ഞ പോലെ ആ ടൈമിങ്ങിലൊക്കെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ സമർത്ഥമായ ആസൂത്രണം ഉണ്ടാവും. ശബരിമല ഇല്ല സ്വർണ്ണക്കൊള്ള കൂടുതൽ ചർച്ചയാകാതിരിക്കാൻ ബോധപൂർവം തെരഞ്ഞെടുത്തൊരു സമയമാകാം. ഈ പെൺകുട്ടിയും അതിനോട് കൂട്ടുനിന്നോ ഇതൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൊഴിയായിട്ട് വീണ്ടും രംഗത്ത് വരാൻ, പരാതി കൊടുക്കാൻ, അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് 3-4 മാസം അന്വേഷിച്ചിട്ടും ഇല്ലാത്ത ഒരു പരാതി പെട്ടെന്ന് ഒരു വല്ലാത്ത തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വെച്ച് വരുന്നതൊക്കെ സംശയാസ്പദമാണ്. ആണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ ഒരു ആരോപണവും എനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ചിലതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെയെങ്കിൽ അതൊരു രാഷ്ട്രീയ ആസൂത്രണമാണ്. ആണെന്നും അല്ലെന്നും തീർത്തു പറയാൻ നമ്മുടെ പക്കൽ തെളിവുകളില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ എൻ്റെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇതൊരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു വിഷയമാണ്. അതിനകത്ത് അവരുടെ ധാർമ്മികതയും അവരുടെ മനുഷ്യത്വവും മര്യാദയും മാന്യതയൊക്കെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന, അവരെ വല്ലാതെ വികാരപരമായിട്ട് വൈകാരികമായിട്ട് അവരെ തകർക്കുന്ന, അവർ ഇത്രയും നാളും കരുതിയിരുന്ന ആ സങ്കല്പങ്ങൾ, എന്തിനൊരു ഇടതുപക്ഷത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊക്കെ ഒരു സങ്കല്പമുണ്ട്. അവര് ദേവസ്വം പ്രസിഡന്റായിട്ടൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്ന മനുഷ്യര് ഈ ചില നിലവാരം ഉണ്ടാവും. അവരൊരിക്കലും ഇതുപോലത്തെ കൊള്ളയ്ക്ക് അല്ലെങ്കിൽ കൊടുംകൊള്ളയ്ക്ക്, ഇത് തീവട്ടിക്കൊള്ളയല്ലേ, അമ്മാതിരി ചെയ്ത്ത് ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചെയ്ത്ത് പത്മകുമാറിനെ പോലുള്ള, വാസുവിനെ പോലെ, ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്മകുമാറൊക്കെ ഇതുപോലുള്ള കൊടും കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കും എന്ന് വിചാരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞ ചില വിഗ്രഹങ്ങൾ വീണുടയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന അതിലൊക്കെ പതിറ്റാണ്ടുകളോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ആ പ്രത്യയശാസ്ത്രം അത്രത്തോളം ഉൾക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് അപ്പുറത്ത് മറ്റൊന്നുമില്ല, പാർട്ടിയുടെ താല്പര്യങ്ങളാണ് പ്രധാനമെന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ വളരെ മേൽത്തട്ടിലുള്ള എല്ലാ പരിലാളനകളും അതുപോലെ തന്നെ പരിഗണനകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന നേതാക്കൾ പോലും ഇമാതിരി തീവെട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നെങ്കിൽ പിന്നെ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എന്താണ് കമ്മ്യൂണിസം? എന്താണ് ഇവർക്ക് കിട്ടുന്ന സ്റ്റഡി ക്ലാസ്? എന്താണ് ഇവർ ഈ 10-35 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നേടിയെടുക്കുന്ന ആ ഒരു തിരിച്ചറിവ്? എന്ത് വ്യത്യാസമുള്ളത്? ഞാൻ ശ്രീ ജലീലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? സമയക്കുറവ് കൊണ്ടാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. ഒന്ന് ജലീൽ മറുപടി പറയൂ. അല്ല, അദ്ദേഹം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലൊന്നും ഒരു വാസ്തവുമില്ല. അതൊക്കെ അസ്ഥാനത്താണ്, വ്യാകുലപ്പെടേണ്ടതില്ല. കോൺഗ്രസിനെ തകർക്കുവാൻ വേണ്ടി CPM ആസൂത്രിതമായ എന്തോ നീക്കം നടത്തിയതാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംശയം ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. CPM വേണ്ട കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ. ഇന്ത്യയിലെ കോൺഗ്രസിനെ തന്നെ തകർത്ത KC വേണുഗോപാലാണ് ഈ കേസിലെ 1-ാം പ്രതി, മറ്റാരുമല്ല. കാരണം വളരെ സീനിയറായ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെ, K മുരളീധരനെ പോലെ, VD സതീശനെ പോലെയുള്ള വളരെ പ്രഗത്ഭന്മാരായ നേതാക്കളെ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം നേരിട്ട് കടിഞ്ഞാൺ ഏറ്റെടുത്തു. വടക്കേ ഇന്ത്യ മുഴുവൻ അദ്ദേഹം കോൺഗ്രസിനെ മുച്ചൂടും തച്ചു തകർത്തതിന് ശേഷം ഇപ്പൊ അദ്ദേഹം വട്ടമിട്ട് പറക്കുന്നത് കേരളത്തിലാ. ഈ പറയപ്പെടുന്ന സൈബർ ഗുണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക വിങ്ങുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ഇവരുടെയൊക്കെ
ഈ ഗോഡ് ഫാദർ ആരാണ്? അത് ഈ കെ സി വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ് എത്തപ്പെട്ടിട്ടുള്ള സംഘടനാപരമായ ഒരു ദുർഗതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിസ്സഹായനായിട്ടാണ് ആദരണീയനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് വിലപിക്കുന്നത്. Yes. അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ അകപ്പെട്ട് നിൽക്കുന്ന CPM-നും അതുപോലെ LDF-നും ഇതേ നിസ്സഹായത തന്നെയുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ വളരെയധികം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും ഇവർക്ക് ജനശ്രദ്ധ തിരിച്ചു വിടാൻ കഴിയുമോ? അല്ല, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾ പ്രതിരോധത്തിലാണെങ്കിൽ ആ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ജനോപകാരപ്രദമായ പ്രഖ്യാപനങ്ങളോ ചില ഇളവുകളൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ ഇടതുപക്ഷത്തിന് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ വലിയ പ്രതിരോധത്തിലാണ്, അവരാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതൊന്നും നടക്കാത്ത കാര്യമാണ്. കാരണം അവരെത്തി നിൽക്കുന്ന പ്രശ്നം ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുതാണ്, എത്രയോ ഗുരുതരമായ പ്രശ്നമാണ് ഇടതുപക്ഷം അവരെത്തിപ്പെട്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും ഈ രണ്ട് മുന്നണികളെയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആക്കും. ഇവരെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടർ പ്രതിരോധത്തിലാണ്. ഇനി ഇതിൽ തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ജനങ്ങൾ മൂന്നാമതൊരു വികല്പത്തെ പറ്റി, മൂന്നാമതൊരു ഓപ്ഷനെ പറ്റി ജനങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.